ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാമെന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മൾ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പ് 19 വിശേഷങ്ങളെല്ലാം കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഭാഗങ്ങളെല്ലാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ടിഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു 4:15 ഞാൻ കിച്ചണിൽ വന്നു കേട്ടോ. വന്നപ്പോൾ ഫസ്റ്റ് തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ മമ്മി ഫ്രൂട്ട്സിനുള്ളതും ജ്യൂസിനുള്ളതെല്ലാം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഉടച്ചെടുക്കലാണ്. പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് ഈ ചിക്കനിലേക്കുള്ള മസാല ഞാൻ നേരത്തെ തന്നെ മസാല എല്ലാം പരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് കേട്ടോ. ഇപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. ഇത് കട്ലറ്റിനുള്ളതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ്. പിന്നെ കട്ലറ്റിനുള്ള മസാല ഇന്നലത്തെ ഇറച്ചിപ്പത്തിരിയാക്കിയ ബാക്കി മസാല ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അത് വെച്ചിട്ട് കട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കട്ലറ്റിലതാ റെഡിയാക്കി എടുക്കലാന്ന്. പിന്നെ അങ്ങനെ കട്ലറ്റിൽ ഷേപ്പ് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം ഫ്രീസറിൽ വെക്കലാണ് കുറച്ച് സമയത്തേക്ക്. അങ്ങനെ പാല് പിന്നെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പാടലെടുക്കലാന്ന് കേട്ടോ, നെയ്യാക്കാൻ വേണ്ടിയിട്ട് പാടലെട് മാറ്റിയെടുക്കലാന്ന്. നെയ്യ് കഴിയാനായിട്ടുണ്ട് കേട്ടോ. പെരുന്നാമ്പൾക്ക് ഏതായാലും നെയ്യ് വേണം. അപ്പോൾ വിചാരിച്ച് ബിരിയാണിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെരുന്നാമ്പന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഉണ്ട് തൽക്കാലത്തേക്ക്. പിന്നെ ഇനി പെരുന്നാമ്പഴത്തേക്ക് എന്തായാലും ആവശ്യമുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ നോമ്പിന് ഇപ്പോൾ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയൊന്നും കൂടുതൽ ഉണ്ടാക്കിയിട്ടാ. അതുകൊണ്ട് അങ്ങനെ നെയ്യിൻ്റെ ആവശ്യം ഉണ്ടായിട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ബിരിയാണി നെയ്ച്ചോറിലാക്കിക്കൊണ്ട് ഉണ്ടാകുന്ന കേട്ടോ. കുറച്ച് അങ്ങനെ വയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ നെയ്യിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് അതിന് പെരുന്നാൾക്ക് ബിരിയാണി വെക്കാൻ വേണം കേട്ടോ. അപ്പം തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാടലെടുത്ത് വെക്കലാന്ന്. അങ്ങനെ പാല് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാന്ന് കേട്ടോ. ഇപ്പോഴത്തേക്കുള്ള പാല് ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെക്കലാന്ന്. ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീനെല്ലാം നേരത്തെ തന്നെ മുറിച്ചിട്ട് ക്ലീനെല്ലാം ആക്കിയിട്ട് പിന്നെ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുനാഫ ബർമസലിയാന്ന് കേട്ടോ. അതിങ്ങനെ പൊടിച്ചെടുക്കലാന്ന്. മുട്ടയെല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ ചെമ്മീൻ എടുക്കാം. അത് ഇതുപോലത്തെ തൂത്ത്പിക്ക് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുട്ടൻ്റെ മിക്സിയിലേക്ക് ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബർമസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എത്ര കഴിച്ചാലും മതിയായില്ല കേട്ടോ, അത്രക്കും ടേസ്റ്റാണ്. കുനാഫ ടോക്ക് 99 റുപ്യാണ് കേട്ടോ. 100 റുപ്യേ ഉള്ളൂ. പക്ഷെ അത് കുറേ ഉണ്ടാകും കേട്ടോ. കുറേ പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. കുനാഫ ഡോ അല്ല, കുനാഫ ബർമസലിയാണ് കേട്ടോ. സ്പെഷ്യൽ ബർമസലിയാണ്. അതൊന്ന് വാങ്ങിയാൽ കുറേ വട്ടം ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയുള്ളത് ഇതുപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് 20 കേട്ടോ. ഞാൻ വോയിസ് ഇടുന്ന സമയത്ത് ഇത് 19ാമത്തെ നോമ്പിൻ്റെതാണ് കേട്ടോ. അപ്പോൾ എത്ര നോമ്പ് കഴിഞ്ഞാലേ ഇൻഷാ അല്ലാഹ്. ഇനി ലാസ്റ്റത്തെ 10 ആവാറായി. നാളെ ലാസ്റ്റത്തെ 10 കേട്ടോ. അങ്ങനെ ഇതെല്ലാം ചെമ്മീനും റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി കട്ലറ്റിനുള്ളത് റെഡിയാക്കി എടുക്കലാന്ന്. മുട്ടൻ്റെ മിക്സിയിലേക്ക് മുക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കട്ലറ്റ് ഇതുപോലെ എല്ലാം ആക്കി എടുക്കലാന്ന്. അങ്ങനെ അപ്പങ്ങളെല്ലാം സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ മമ്മി ഇത് ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജ്യൂസിനുള്ളത് കഴിക്കാനുള്ളതല്ല. ഇനിയിപ്പോൾ ജ്യൂസെല്ലാം ആക്കി എടുക്കണം. പിന്നെ എണ്ണയിലിട്ടിട്ട് അപ്പെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനും ഉണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് ആയിക്കോളും. അങ്ങനെ കട്ലറ്റും ഓരോന്നേ റെഡിയാക്കി എടുത്തതിന് ഓരോന്നേ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഫ്രൈ ചെയ്തെടുക്കലാണ്. അങ്ങനെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു.
അങ്ങനെ പുറത്തായാലും തുണിയെല്ലാം ആർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വെയിലെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പുറത്ത് പോയിട്ട് തുണിയെല്ലാം എടുത്തിട്ട് അപ്പം തന്നെ നല്ല മഴ വന്നിട്ട്, നല്ല വലിയ തുള്ളിയുള്ള മഴയാണ്. തുണി എടുക്കലും മഴ വരലും ഒന്നിച്ചിട്ടാണ് കേട്ടോ. എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല വലിയ തുള്ളിയുള്ള മഴയാണ് കേട്ടോ. അങ്ങനെ മഴ നോക്കി നിന്നാൽ നമ്മൾ പണി നടക്കില്ലല്ലോ. ഞാൻ ഇതാ ചിക്കൻ പൊട്ടിത്തെറിച്ചത് കണ്ടിട്ടാ, അതാ പിന്നെ ഫ്രൈ ആയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടാൽ രണ്ടാമത്തേത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചിക്കൻ പൊട്ടിത്തെറിച്ചെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനിതാ ചെമ്മീനെല്ലാം ഫ്രൈ ആക്കി എടുക്കലാണ്. ഇതാ അങ്ങനെ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ട് ഞാൻ പിന്നെ കൊട്ടിയിലത്തെ പാകം പോയി കേട്ടോ. നല്ല മഴ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറം കിച്ചൻ ഭാഗത്ത് മനസ്സിലാവുന്നുണ്ടായിട്ടാ. എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട്. വലിയ തുള്ളി മഴയാണ്. മണ്ണിൻ്റെ മണമെല്ലാം നല്ല മണമാണ് കേട്ടോ. മഴ വരുമ്പോൾ ഒരു മണ്ണിൻ്റെ മണമില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണം. അങ്ങനെ കുറച്ച് സമയം മഴയെല്ലാം നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ അപ്പം പിന്നെ ഗ്യാസിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഓടിപ്പോയിട്ട് നോക്കി കേട്ടോ. കുറച്ച് ഇങ്ങനെ കുക്കായിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇതാ അങ്ങനെ ഇതാ എണ്ണയിൽ നിന്ന് മാറ്റി രണ്ടാമത്തെ ഇട്ട് കൊടുക്കലാന്ന്. അങ്ങനെ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടാ. ഇനി തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കലാന്ന്. അങ്ങനെ ഇതാ ചെമ്മീൻ ഫ്രൈ ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനി കട്ട്ലറ്റെല്ലാം ഫ്രൈ ചെയ്തെടുക്കലാന്ന്. അങ്ങനെ ഇതാ കട്ട്ലറ്റെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പങ്ങളെല്ലാം ഫ്രൈ ആക്കി എടുത്തു. അതിനുശേഷം ജ്യൂസെല്ലാം റെഡിയാക്കി എടുക്കലാന്ന് കേട്ടോ. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇതാ പഞ്ചസാരയും സാധാരണ വെള്ളവും ചേർത്തിട്ട് ഇതാ പഞ്ചസാരയിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ ബാങ്ക് കൊടുക്കുന്ന എന്നിട്ട് ഓറഞ്ചെല്ലാം പിന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ ബാങ്ക് കൊടുക്കാനാകുമ്പം പിന്നെ ജ്യൂസ് അടിച്ചെടുക്കലാന്ന് കേട്ടോ. നേരത്തെ ആക്കിച്ചാൽ കഴിക്കും. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചെടുത്താൽ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഐസ് കട്ട ഇട്ടിട്ട് പിന്നെ ജ്യൂസാക്കി എടുക്കലാന്ന് കേട്ടോ. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഐസ് ക്യൂബെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ജ്യൂസാക്കി എടുക്കലാന്ന്. അങ്ങനെ ഇതാ ജ്യൂസെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജ്യൂസും ചെറുനാരങ്ങ സർബത്തും എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ടേബിളിലും ഓരോന്നേ കൊണ്ടുവെക്കലാന്ന് കേട്ടോ. അപ്പും ജ്യൂസും എല്ലാം ഷെയ്ക്കാക്കുന്നുണ്ട് കേട്ടോ. മാംഗോ ഷെയ്ക്കാന്ന് അത് മനസ്സിൽ വെച്ച് വന്നിട്ട് റെഡിയാക്കി എടുക്കലാന്ന്. അങ്ങനെ ഇത് അപ്പങ്ങളിൽ ഓരോന്നേ ടേബിളിൽ കൊണ്ടുവച്ച് കട്ട്ലറ്റ്, ചെമ്മീൻ പൊട്ടിത്തെറിച്ചത്, പിന്നെ ഇതാ ചിക്കൻ പൊട്ടിത്തെറിച്ചത്, പിന്നെ ജ്യൂസ്, ഈത്തപ്പഴം, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഓരോരോ പ്ലേറ്റിലാക്കി എടുക്കലാണ്. ഇനി ബാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈമേ ബാക്കിയുള്ളൂ കേട്ടോ. കുറച്ച് ഷെയ്ക്കെല്ലാം എടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഇതെല്ലാം സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി പിന്നെ ഷെയ്ക്കും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. അങ്ങനെ ഇതാ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൽ ഇതാണ്. അൽഹംദുലില്ലാ ബാങ്കെല്ലാം കൊടുത്തു. എല്ലാവരും നോമ്പെല്ലാം മുറിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.